ഹായ് നമസ്കാരം, ഞാൻ സിറ്റി കളക്ഷൻ അനിലേട്ടനാണ്. എന്ന് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അതേപോലെ തന്നെ പൊതുജീവിതത്തിലൊക്കെ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഞങ്ങളുടെ നാട്ടുകാരൻ, ഞങ്ങളുടെ എന്താ പറയാ, നമുക്ക് എല്ലാം അയൽവക്കക്കാരനൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഇന്ന് ഡിവൈഫൈയിലൂടെ വളർന്ന സംസ്ഥാന സെക്രട്ടറിയായി അതേപോലെ തന്നെ CMPയുടെ ആ കൊടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ CP ജോൺ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ബ്യൂട്ടിയും പൊളിറ്റിക്സും തമ്മിൽ എന്താ ബന്ധം. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ബ്യൂട്ടിയും പൊളിറ്റിക്സും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ വിഷയങ്ങളിലേക്കാണ് ഞങ്ങൾ നടക്കുന്നത്. നമസ്കാരം CP സാർ. നിങ്ങൾ ഇത്തരം പ്രോഗ്രാമിലേക്ക് നമ്മുടെ ഒരുപാട് പൊളിറ്റിക്സിലെ ആളുകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ ഈ പൊളിറ്റിക്സിന്റെ ആളുകൾ എങ്ങനെയാണ് ഈ ബ്യൂട്ടിയെ നോക്കിക്കാണുന്നത്? നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരു പാർലറിൽ പോകാനുള്ള ഒരു സമയമുണ്ടോ? അല്ലെങ്കിൽ എന്താണ് നിങ്ങളൊരു ബ്യൂട്ടി ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാട് എന്താണ്? ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രി, ആ കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രി ഇന്ന് ലോകത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ് അല്ലേ? അതെ അതെ. നമ്മുടെ ടീ കോഫി എന്നൊക്കെ പറയുന്നത് പോലെ ലോകത്തെ നമ്മൾ വിചാരിക്കാത്ത വലിപ്പമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ കോഫിയെ കുറിച്ച് പറയാറുണ്ട്, ഓയിൽ കഴിഞ്ഞാൽ രണ്ടാമത് ബിസിനസ് ചെയ്യുന്നത് കോഫിയാണ് അല്ലേ? നമുക്ക് കോഫിക്ക് എന്ത് കോഫി കുടിച്ചില്ലല്ലോ, ഒന്നുമില്ലല്ലോ. അതുപോലെ കോസ്മെറ്റിക്സിന്റെ കാര്യത്തിൽ നമ്മൾ വിചാരിക്കും ഇതില്ലെങ്കിലും ഒന്നുമില്ല. ഒരാൾ കോസ്മെറ്റിക്സ് തേച്ചില്ലെങ്കിൽ കല്യാണത്തിനൊന്നും പ്രശ്നമില്ല, ബ്യൂട്ടീഷ്യൻ ഇല്ലാതെ കഴിയില്ല. അല്ല, ഞാൻ തിരിച്ചാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ കോസ്മെറ്റിക്സ് ഇല്ല എന്നുള്ളതുകൊണ്ട് ഒരു ജീവിതത്തിന്റെ മുഖ്യ പ്രശ്നമല്ല അത്. പക്ഷേ ആസ് എൻ ഇൻഡസ്ട്രി അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പോ പ്ലാനിങ്ങിലും ഫിനാൻസിലൊക്കെ വർക്ക് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള എനിക്ക് ഞാൻ ചിന്തിച്ചത്, അനിലിന്റെ കൂടെ ഇരുന്നപ്പോഴും ചിന്തിച്ചത് എന്താന്ന് പറഞ്ഞാൽ, ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ ഷെയർ എങ്ങനെ കേരളത്തിന് എടുക്കാം, ഇതാണ് എൻ്റെ ചിന്ത. അപ്പൊ അതിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനും ചൈനയിലൊരു 35 കൊല്ലത്തിലധികം ആയിട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ അവരൊക്കെ മൊത്തം ഏത് സെക്ടറിന്റെയും ഷെയർ അവരെടുക്കും അല്ലേ? പക്ഷെ നമ്മളിപ്പോ ഈ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത്ര വിഷമമുള്ളൊരു കാര്യമൊന്നുമല്ല. വലിയ പൊല്യൂഷൻ ഒന്നുമില്ല, അതേപോലെ പുക തീരെ ഇല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ റെസീൻസ്, ഇപ്പോൾ ഈ സിന്തൈറ്റൊക്കെ ചെയ്ത പോലത്തെ സ്മെല്ലുകൾ, അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഓയിലുകൾ ഉണ്ട്. നമ്മൾ ഫണ്ടമെന്റൽ ഓയിൽ, കോക്കനട്ട് ഓയിൽ തന്നെ ഉണ്ടല്ലോ, അതും ഈ ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണല്ലോ അല്ലേ, കോക്കനട്ട് ഓയിൽ. അപ്പൊ കോക്കനട്ട് നമുക്കുണ്ട്, കോക്കനട്ട് ഓയിലുണ്ട്, അതുപോലെ തന്നെ പെപ്പറുണ്ട്. അങ്ങനെ ഓരോ സംഗതികളുടെയും എന്തിനു പറയുന്നു, അനിലിനെ അറിയുമെന്നറിയില്ല, നമ്മുടെ ഈ വുഡ്, അതായത് നമ്മുടെ മരത്തിന്റെ അകത്തുള്ള റെസീൻസ്, അതും ഈ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ ഫിൻലാൻഡിൽ പോയപ്പോഴാണ് അവർ പറഞ്ഞ ഒരു പാഴ്മരം എന്ന് നമുക്ക് ഈ ടീ തേക്കൊക്കെ ആയാലല്ലേ ഒരു ഗൗരവമുള്ളൂ. നമ്മൾ പാഴ്മരങ്ങൾ എന്ന് പറഞ്ഞിരുന്ന സംഗതികളിൽ പോലും റെസീൻസ് ശരിയാണോ അത്? അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ തലയിൽ കൂടെ അങ്ങനെയാണ് പോയത്. അപ്പൊ ഒരു വ്യക്തി അത് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് വേറൊരു സബ്ജക്റ്റാണ്, അതെനിക്കത് പറയാറിഞ്ഞൂടാ. പക്ഷേ ഇത് എന്തായാലും ആൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഈ ഉപയോഗിക്കുന്ന ആളുകളുടെ അവർ ഇൻഡിവിജ്വാലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണമെന്ന് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ, അതൊരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിന് വലിയ മാർക്കറ്റും. അപ്പോൾ അതെങ്ങനെ കേരളത്തിൽ നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും? അതേപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഷോപ്പിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ മെറൈൻ ഡ്രൈവിൽ തന്നെയാണ്, എറണാകുളത്തിൻ്റെ ഹൃദയഭാഗം. ഇതിൻ്റെ പുറം ഭാഗം അകത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബ്രോഡ്വേയും മെയിൻ ഇതും കൂടെ ഒരുമിച്ചാണ്. ശരിക്കും മെറൈൻ ഡ്രൈവ് വരുന്നേക്കാൾ മുമ്പ് ഇതുണ്ട്, ഈ ഭാഗമുണ്ട്. അപ്പൊ കൊച്ചിയുടെ ആ ജ്യൂസ് സ്ട്രീറ്റിന്റെ ഒരറ്റമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ലോക വ്യാപാരത്തിന്റെ ഒരു പോയിന്റാണത്. അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെ വളരെയധികം കണ്ണ് തുറപ്പിച്ചൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കലല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നതും എക്കോണമി എന്ന് പറയുന്നതൊക്കെ ഇതിൻ്റെ എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാനും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പലപ്പോഴും വേണ്ടത്ര ശ്രമിച്ചിട്ടില്ല. എനിക്കറിയാത്തൊരു കാര്യമാണ് കോസ്മെറ്റിക്സ്. ഈ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 1 ലക്ഷത്തിലധികം ബ്യൂട്ടി പാർലറുകൾ കേരളത്തിലുണ്ട്. 1 ലക്ഷം.
കാരണം എന്ന് പറഞ്ഞാൽ സിമ്പിൾ നോക്കിയാൽ മതി. ഒരു ബസ് സ്റ്റോപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഈ മേലോട്ട് നോക്കുമ്പോൾ ഈ സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാലും അവിടെ വാർത്ത കാണാം. അപ്പോൾ കേരളത്തിൽ എത്ര ബസ് സ്റ്റോപ്പ് ഉണ്ട് വെച്ചാൽ അതിനൊക്കെ പാർലറുകളുണ്ട്. പക്ഷേ നമുക്ക് ഈ ഗവൺമെൻറ് അല്ല, കഴിഞ്ഞ ഗവൺമെൻറ് ആയാലും ആരായാലും ഇതെല്ലാം ഇവർ സ്വന്തം പണം മുടക്കി പഠിച്ച് ആർക്കും ബാധ്യതയില്ലാതെ അവർ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള സംഭവം. അല്ലാതെ ഇത് കാരണം ഒരു ഇല്ലാത്ത കാര്യമാണ്, ഇതില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത്തരം ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വിഷയങ്ങൾ ചിന്തിച്ചിരുന്നാൽ, കാരണം സാറൊക്കെ എപ്പോഴും ഈ പ്ലാനിങ് ബോർഡിലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയുക, അത്തരം ഒരു എവിടെയും സപ്പോർട്ട് കിട്ടാത്ത ഒരു വിഭാഗം, അതിൻ്റെ കീഴിൽ ഇപ്പോൾ സർവീസ് ടാക്സ് വരുന്നു. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഈ ഇൻഡസ്ട്രി കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിലൊക്കെ ആയിട്ട് പോയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ സാറിനെ പോലെയുള്ള ആളുകൾ ഈ ഒരു ഇൻഡസ്ട്രിയെ ബൂസ്റ്റ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ബ്യൂട്ടി ഇൻഡസ്ട്രി എന്നുള്ളത്, ഇപ്പോൾ ഒരു കല്യാണത്തിന് ഇപ്പോൾ നമുക്ക് പല ആളുകളും കാണാൻ പറ്റും, അറബികളൊക്കെ നമുക്ക് ഇവിടെ നാട്ടിൽ വന്ന് ആസ്റ്ററിലോ അല്ലെങ്കിൽ മിംസിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതിലൊക്കെ വന്ന് ലക്ഷോറിലൊക്കെ വന്ന് നിൽക്കുന്ന പോലെ ഒരു ബ്യൂട്ടി ഇൻഡസ്ട്രി ഇന്ന് കേരളത്തിൽ അത്ര കണ്ട് വളർന്നു കഴിഞ്ഞു. കാരണം ആളുകൾ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിലായാലും ശരി, ഈ കേരളത്തിലെ ആളുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ള പെർഫെക്ഷൻ ഒക്കെ, കാരണം പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സൊക്കെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയെ ഒരു ഉയർത്തി കാണിക്കാൻ നമുക്ക് പ്ലാനിംഗ് ബോർഡിലൊക്കെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മനസ്സ് പാഞ്ഞു പോവാത്ത അപൂർവം അല്ലെങ്കിൽ ഒരു മേഖലയാണിത്. വാസ്തവത്തില് നമ്മുടെ ടൂറിസത്തിന് ഇതിൽ കൂടെ വളരാൻ കഴിയും, ഈ ഇൻഡസ്ട്രിക്ക് ടൂറിസത്തിൽ കൂടി വളരാൻ കഴിയും. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ വ്യവസായത്തെക്കുറിച്ച് ഒത്തിരി സാങ്കേതികമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, ആർക്കും വിഷമമുണ്ടാവില്ല. നമ്മൾ പ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യവസായം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം അല്ലേ? അപ്പോൾ ഈ ഉൽപ്പാദക മൂലധനം കേൾക്കുമ്പോൾ തന്നെ പേടിയ വാക്കുകൾ, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ. അപ്പോൾ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലാണ് എല്ലാവരും പറയും വ്യവസായവൽക്കരിച്ചോ, നിക്ഷേപം ഉണ്ടായോ. അപ്പോൾ വ്യവസായത്തിൽ നിക്ഷേപം ഉണ്ടായാലേ അത് നിക്ഷേപമാവും എന്നാണ് നമ്മുടെ ഒരു പരമ്പരാഗത ധാരണ. ഒരു 100-150 കൊല്ലമായിട്ടൊക്കെ വളരെ ശരിയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് വ്യാപാരമായിരുന്നു, വ്യവസായമൊന്നുമില്ല. 150 കൊല്ലമായിട്ടല്ലേ ഇത്രയും വ്യവസായമുള്ളൂ. അപ്പൊ വ്യാപാര മൂലധനം അല്ലെങ്കിൽ വ്യാപാരത്തിലെ ക്യാപിറ്റലായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെയാണ് ഈ വ്യവസായത്തിന്റെ മൂലധനത്തിന് ഇമ്പോർട്ടൻസ്, വ്യവസായ നിക്ഷേപം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞൊരു 25 കൊല്ലം 30 കൊല്ലമായിട്ട് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, വ്യാപാര മൂലധനം മർക്കൻഡൈൽ ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ വന്നപ്പോൾ കേരളം, പക്ഷെ മർക്കൻഡൈൽ ക്യാപിറ്റൽ വന്നപ്പോഴോ ഉറക്കത്തിനണീറ്റ പോലെ കേരളം വീണ്ടും വരാൻ തുടങ്ങി. അതാണ് ഇപ്പോൾ ലുലു മാള് അവിടെ വന്നു, മാളുകൾ നേരത്തെ വന്നു, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാള് വന്നു. ഇതും നിങ്ങളുടെ ഈ സ്റ്റുഡിയോ, ഞാൻ അവിടെ ഇരിക്കുന്ന ഈ സ്ഥലം ഒരു മർക്കൻഡൈൽ സെൻ്ററാണ്, എന്നാൽ നിങ്ങൾക്ക് പ്രൊഡക്ഷനും. അപ്പോൾ അനിലിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അതേ രണ്ടുമാണ്, പ്രൊഡക്ഷനും ഉണ്ട് സെയിലും ഉണ്ട്. എല്ലാവർക്കും അതില്ല. ഇപ്പം സെയിലാണെങ്കിൽ പോലും അതിൻ്റെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപാര മൂലധനം, വ്യാപാരത്തിലെ നിക്ഷേപം, അതാണല്ലോ ഇപ്പോൾ യൂസഫ് അലിയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ 2.3 മില്യൺ 23 ലക്ഷം സ്ക്വയർ ഫീറ്റ്. നമുക്കൊരു കട എന്ന് പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റ്, 5000 സ്ക്വയർ ഫീറ്റ്, 10000 സ്ക്വയർ ഫീറ്റ്. ഇതിപ്പോൾ 23 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ഒരു കട, അതിൽ വേറെ ഒരുപാട് കടകളുണ്ട്, അതിനാണ് മാളെന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ മാളുകളൊക്കെ വന്നപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്റ്റുഡിയോ കൾച്ചർ അല്ലേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബ്യൂട്ടി പാർലറുകൾ, ഇപ്പോൾ ചെറുതായിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റുകൾ, ചില സ്കിന്നിൻ്റെ ചില പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിനെ ഒരു കോസ്മെറ്റിക് ഇൻഡസ്ട്രിയും ഒപ്പം തന്നെ ഇതിന് ബ്യൂട്ടി ഇൻഡസ്ട്രി മാത്രമല്ല, ഒരു പേഴ്സണാലിറ്റി ഇൻഡസ്ട്രി അങ്ങനെ പറയായിരിക്കും കുറച്ചും കൂടെ മാറ്റമുണ്ട്. ബ്യൂട്ടി എന്നുള്ള വാക്കുകൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ ഒരു പേഴ്സണാലിറ്റി ഒരു പ്രോബ്ലം. ഇപ്പം ഞാൻ അനിലോട് ഇപ്പോൾ പേഴ്സണലായിട്ട് കാര്യം പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പല്ല് കെട്ടിച്ചിരുന്നു, ഏർലി 70s. എൻ്റെ ബ്രദറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതേ 62-63 കാലത്ത് തന്നെ പല്ല് കെട്ടിയെന്നാണ്. പല്ല് പൊങ്ങിയിരുന്നു ഞങ്ങൾ. അപ്പോൾ പല്ല് കട്ടിക്കുക എന്നുള്ളത്
പണ്ടുണ്ടോ? പക്ഷെ എൻ്റെ പാരൻസിന് പ്രത്യേകിച്ച് എൻ്റെ അമ്മായിയൊക്കെ അതിനേക്കാളൊക്കെ അങ്ങനെ പല്ലിങ്ങനെ പൊങ്ങിയിരിക്കുന്നത് പേഴ്സണാലിറ്റിക്ക് നല്ലതാണ്, ബ്യൂട്ടി എന്നല്ല പറഞ്ഞോട്ടെ. അവരന്ന് സാമാന്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കും ആ വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ ഇപ്പൊ പല്ല് കെട്ടിക്കാനുള്ള സർവ്വസാധാരണമല്ലേ. ഇപ്പൊ പല്ല് പൊങ്ങിയ ഒരാളും പല്ല് പൊങ്ങാത്ത ഒരാളും തമ്മിൽ ഇപ്പൊ ആളുകളെ ഒരേപോലെ ആക്കി. യൂണിഫോം ആക്കണമെന്നൊക്കെയുള്ള വലിയ ചർച്ചയൊക്കെ ഉണ്ട്. എങ്കിലും ഇന്നത്തെ കാലത്ത് ഒരു ഇന്റർവ്യൂനോ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള സംഗതിയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പേഴ്സണാലിറ്റി കറക്ഷൻസ് അല്ലേ, അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ബ്യൂട്ടി എന്ന് വിളിക്കുന്നേക്കാളും ഒരു പേഴ്സണാലിറ്റി ഇൻഡസ്ട്രിയാണ്. അപ്പം ആ നിലയ്ക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മുടി ചീപ്പെടുത്ത് ചെയ്യാത്ത ആരുമില്ലല്ലോ. അതിപ്പോൾ പരസ്യത്തെക്കുറിച്ച് പറയാറുണ്ട്, തലയിൽ മുടിയില്ലാത്ത ആളെ കൊണ്ട് ചീപ്പ് വാങ്ങിപ്പിക്കുന്നതാണ് പരസ്യം. അപ്പം അയാൾ ഇരിക്കുന്ന ചീപ്പ് 2-3 മുടി ഉണ്ടല്ലോ. അപ്പം ഞാനൊക്കെ തന്നെ തലേന്ന് മുടിയൊന്നും എന്നാലും ചീപ്പെടുത്തില്ല കാര്യത്തിൽ. അപ്പം അതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റി. അപ്പം ഞാൻ താടി വെക്കുന്നു, അതെൻ്റെ പേഴ്സണാലിറ്റി. ഞാൻ സത്യത്തിൽ ഡൈ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കും ഇവിടെ മാത്രമായിട്ട് നരച്ചൊന്നുമല്ല. അങ്ങനെ നരച്ചു തുടങ്ങിയത്. പക്ഷെ അങ്ങനെ അത് എൻ്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ ഡൈ ചെയ്യുന്നുണ്ട്. എന്തിനാ മറച്ചു വെക്കേണ്ട ആവശ്യം? സാധാരണ ഞാൻ ചർച്ചകൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം അവതരിപ്പിക്കുന്ന ചർച്ചകൾ. അപ്പം ഞാൻ വിചാരിച്ചതെല്ലാം പഠിച്ച് അവതരിപ്പിക്കും. ഞാനിപ്പോൾ ഈ ഒരു ചർച്ചയും കൂടി പറയുമ്പോൾ ഈ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ കൂടെ കാണാത്ത ഒരുപാട് സബ്ജക്റ്റിലേക്കാണ് പോകുന്നത്. കാരണം അപ്പോൾ കാരണം ഞങ്ങളൊന്നും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. ബ്യൂട്ടിയെ വേറൊരു ആംഗിളിലേക്ക്, പേഴ്സണാലിറ്റി എന്ന ഒരു സംഭവത്തിലേക്ക് മാറ്റി. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നത് ആ പല്ലിന്റെ കഥയൊക്കെ കൊണ്ട് വന്നിട്ട്. കാരണം അത് എനിക്ക് തോന്നുന്നു ജോണേട്ടന്റെ ഈ ഒരു ടി വിയിലുള്ള ആ നമ്മുടെ ഒരു ചർച്ചയിൽ ആ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോൺ സാറാണെന്ന് പറയുമ്പോൾ തന്നെ ആ കാണുമ്പോൾ തന്നെ ടി വി അവിടെ നിന്ന് റിമോട്ട് ആരും ഓഫ് ചെയ്യുന്നത്, ആ മാറ്റി വയ്ക്കുന്നില്ല. കാരണം ഇത്തരത്തില് ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും ആളുകളുടെ മനസ്സിലേക്ക് ഒരു ടീച്ചറെ പോലെ എത്തിക്കുന്നു. എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് ഒക്കെ ഒരുപാട് കൂടുതൽ പഠിച്ചിട്ട്? ടീച്ചർ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ടീച്ചർ, അമ്മയുടെ ചേട്ടൻ ടീച്ചർ, അപ്പൻ്റെ സഹോദരിമാര് ടീച്ചർ, ഇപ്പൊ ടീച്ചർമാരുടെ ഇടയിൽ അമ്മായി ഇളയമ്മമാര് ടീച്ചർ, വലിയമ്മ ടീച്ചർ. അപ്പൊ ഈ ടീച്ചർമാരുടെ ഇടയിൽ ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കാം ഈ ഒരു എന്റെ കുടുംബത്തെ അറിയുന്നതുകൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ടീച്ചിങ് നമ്മുടെ തലയിൽ എവിടെയോ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്കൊരു കാര്യത്തെ എങ്ങനെ സമീപിക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് പൊളിറ്റിക്കൽ ട്രെയിനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഭാഗ്യത്തെ വശാൽ EMSന്റെ അടക്കം ക്ലാസ്സുകൾ, പി ഗോവിന്ദപിള്ള അവരുടെയൊക്കെ ക്ലാസ്സുകളൊക്കെ കേൾക്കാനും, ആ ക്ലാസ്സിൽ കേട്ട കാര്യം പഠിക്കല്ല, എങ്ങനെ ഒരു കാര്യം പഠിക്കണമെന്ന് പഠിക്കുക. അതാണ് ഇപ്പൊ കുട്ടികൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പഠിച്ചാൽ ഏത് കാര്യം നമുക്ക് പഠിക്കാം. ഞാൻ പഠിച്ചത്, ഞാൻ ബ്യൂട്ടി ഇൻഡസ്ട്രി പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഫാഷൻ കുറച്ച് നോക്കി. ഫാഷനില് ഞാൻ 10-30 കൊല്ലം മുമ്പ് തന്നെ സാമാന്യമായിട്ട് വായിച്ചിട്ടുണ്ട്. ഫാഷന് ബ്യൂട്ടി അല്ല കേട്ടോ, ഫാഷൻ. ആ ഫാഷനും ഈ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റിയുടെ ഒരു സബ്ജക്റ്റാണ്. അതിനെ വിളിക്കുക എന്താന്ന് പറഞ്ഞാൽ ഫാഷൻ സ്റ്റേറ്റ്മെന്റ്. ഫാഷൻ സ്റ്റേറ്റ്മെന്റ് അതായത് ഫാഷൻ എന്നുള്ള വാക്കിന് ഒരു നല്ല പരിഭാഷ മലയാളത്തിൽ കാണാനില്ല. അപ്പൊ ഒരു ഫാഷൻ പ്രസ്താവന. അപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രത്യേക, ഞാനിപ്പോൾ താടി വെച്ചിരിക്കുന്നു, അത് എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതെൻ്റെ ഒരു പ്രസ്താവനയാണ്. ഇപ്പൊ എൻ്റെ രണ്ടാമത്തെ മകള് നീല ഒരു മുടിയൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിൻ്റെയൊക്കെ സാധനങ്ങൾ എൽപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ ആ നീല കളറാണ് അടിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാരും അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ നീല അടിച്ചിട്ടുള്ളത്? എന്റെ ഭാര്യ തന്നെ. അപ്പൊ അമ്മ കറുപ്പ് അടിച്ചിട്ടില്ലേ? അത് മറ്റൊരു കളർ തന്നെ നീല. അപ്പൊ അതുകൊണ്ട് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതും നമ്മുടെ ഒരു പ്രസ്താവനയാണ്. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പോലെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിലേ ഉള്ളൂ, പക്ഷെ ഫാഷനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ കുട്ടികൾ ഇപ്പൊ പണ്ടൊക്കെ ഒരു കീറിയ ഉടുപ്പിട്ട് നടക്കുമോ? ഇപ്പൊ കീറിയ പാന്റ് ജീൻസ് ഇട്ട് നടക്കും, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിൽ കൂടെ അവർ പറയുന്നത് ഇറ്റ് ഈസ് മൈ ചോയ്സ്, എനിക്കത് ചെയ്യാം, അതെന്റെ ലിബർട്ടിയാണ്, അതെന്റെ ഫ്രീഡമാണ്.
അപ്പോൾ നമ്മളിപ്പോൾ കോസ്മെറ്റിക് മേഖലയിലും ഇറ്റ്സ് മൈ ലിബർട്ടി. എന്തിനാണ് നമ്മൾ ഡൈ ചെയ്തതെന്ന് വെച്ചാൽ ഇറ്റ്സ് മൈ ലിബർട്ടി. അപ്പോൾ വയസ്സന്മാർക്ക് കറുപ്പടിക്കാമെങ്കിൽ ചെറുപ്പക്കാർക്ക് നീലയും പച്ചയൊക്കെ അടിക്കാമല്ലോ. ഈ 10-18 വർഷം ഞാൻ കോഴിക്കോട് ജീവിച്ചിട്ട് ഞാനാണ് കോഴിക്കോടിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ളൊരു ധാരണയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചു വന്നപ്പോ ഈ കോഴിക്കോടിന്റെ എല്ലാ ഇടവഴികളും അറിഞ്ഞു എന്ന് പറഞ്ഞു. എന്റെ അത്ര കോഴിക്കോട് അറിയുന്ന ആളുകൾ അധികമൊന്നുമില്ല. ഞാൻ ശരിക്കൊരു കോഴിക്കോട്ടുകാരനാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ 77 കോഴിക്കോട് പോയി. കോഴിക്കോട് പോയിട്ട് ഞാൻ എഴുതാത്തൊരു ചുമരൊന്നും അവിടെ ഇല്ല. പിന്നെ പണത് ഉണ്ടാവുള്ളൂ. ആ ചുമരെടുത്തിന്റെ അടിയെ ഉണ്ടാക്കാൻ എനിക്ക് ഇന്ദിരാഗാന്ധി വന്ന് പ്രസംഗിച്ചപ്പോ ഞങ്ങൾ എഴുതിയ മാനാഞ്ചിറയിലെ ഒരു പ്രസംഗം ഇന്ദിരാഗാന്ധി അതുപോലെ പ്രധാനമന്ത്രിമാർക്കൊക്കെ പ്രസംഗിക്കാനുള്ളൊരു ഇപ്പോഴല്ല പണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ ഞങ്ങള് ചിഹ്നം വരച്ചു വെച്ചിരുന്നു, CPM-ന്റെ ചിഹ്നം വരച്ച്. നാച്ചുറലി ഇന്ദിരാഗാന്ധി വരുമ്പോ അത് മാറ്റുമല്ലോ. ഇന്ദിരാഗാന്ധിക്ക് ചിഹ്നത്തിന്റെ മുമ്പിലൊന്നും പ്രസംഗിക്കാൻ പറ്റില്ല. അന്ന് ഗോപാലേട്ടനാണ് സ്ഥാനാർത്ഥി. അപ്പൊ ഞങ്ങളപ്പോ ഇവരിറങ്ങിയ ഉടനെ ഇത് നമ്മുടെ ചിഹ്നം തന്നെ വരയ്ക്കണമല്ലോ. അപ്പൊ ഇന്ദിരാഗാന്ധി അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും മറ്റവര് അവരുടെ ചിഹ്നം തുലാസായി അത് വരയ്ക്കാനുള്ളത് സഹിക്കാൻ പറ്റും. ഞാനും നിങ്ങളുടെ വ്യാപാര രംഗത്തുള്ള ഗിരീഷ് ശരിക്കുള്ള തല്ല് തന്നെ. തല്ലുണ്ടാക്കുക വെച്ചാൽ വായു കൊണ്ടല്ല. അപ്പോഴീ ഇന്ദിരാഗാന്ധിയുടെ പോലീസ് വ്യൂഹം അങ്ങോട്ട് പോലീസുകാരവിടെ തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങള് എഴുതാത്ത ചുമരില്ല കോഴിക്കോട്. അപ്പൊ അതുകൊണ്ട് കോഴിക്കോട് എനിക്ക് ഇൻ ആൻഡ് ഔട്ട് അറിയാം. ഇപ്പോഴും നമുക്ക് കോഴിക്കോട് വലിയ ബന്ധമല്ലേ. നമ്മുടെ വിജയകൃഷ്ണൻ കാലിക്കറ്റ് സിറ്റി ബാങ്കിന്റെ അത് CMD-യിൽ വന്നതന്നെയാണ്. ഈ പഴയ കാലത്തൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ആളുകളൊക്കെ പേടിക്കുന്ന ഒരു ഗുണ്ട സ്റ്റൈലിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴുള്ള ആളുകൾക്കൊന്നും ഈ CP ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പാവം നല്ലൊരു അടക്കവും ഒതുക്കവും വിനയ ഇങ്ങനെയുള്ള മക്കളെ നമുക്ക് വളർത്തണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പഴയ ചരിത്രമൊക്കെ നോക്കുമ്പോൾ ആ ക്രിസ്ത്യൻ കോളേജിലൊക്കെ പോയിട്ട് ഈ ലോകത്തിൽ എല്ലായിടത്തും എങ്ങനെയാണ് ആ ക്യാരക്ടറിൽ നിന്ന് മാറിയത്? മാറിയോ? അല്ല, കോഴിക്കോട് പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഡിവൈഎഫ്ഐയില് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ ഓൾ ഇന്ത്യ ലീഡർഷിപ്പ് വരെ പോയത് നിങ്ങൾ ആദ്യം പറഞ്ഞ ചെറിയൊരു SFIയുടെ തൃശ്ശൂർ താലൂക്ക് സെക്രട്ടറി 75. പിന്നെ അവിടെ പോയി സിറ്റി കമ്മിറ്റിയുടെ സെക്രട്ടറി. അപ്പൊ എല്ലാ സ്കൂളിലും പോകും സൈക്കിളിലാണ്. പിന്നെ വഴി അറിയാൻ വല്ല ബുദ്ധിമുട്ടും. അതുപോലെ നേമം സ്കൂള്, പറയഞ്ചേരി സ്കൂള്, സിറ്റി സ്കൂള്, അല്ലെങ്കിൽ അവിടെ മോഡൽ സ്കൂള്, അങ്ങനെ എല്ലാ സ്കൂളിലും പോകും. അപ്പൊ അങ്ങനെ ഈ സൈക്കിളിൽ ഇങ്ങനെ പോകും. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവില്ല. ഞാൻ കുട്ടികളുടെ വീടുകളിൽ ഒക്കെ പോകും. കുറ്റിച്ചിറ, അടിയങ്ങര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, നമ്മുടെ ബീച്ച് ഏരിയ ഒക്കെ പോകും. അപ്പൊ അങ്ങനെ പഠിച്ചു. അല്ല, അങ്ങനെ വളർന്നു വന്നു. അപ്പൊ അന്ന് ടെൻഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ അത് മിസ്സിസ് പറഞ്ഞില്ലേ അവിടെ അടിയൊക്കെ നടക്കും. അതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഇപ്പൊ നമ്മളൊരാളെ ആക്രമിക്കാനൊന്നും പോകുന്നതല്ല. അവിടെ നടക്കുന്ന ഒരു സംഘർഷം നടക്കുമ്പോ ആ 2 ഓപ്ഷൻ നമുക്കുണ്ട്. ഒന്നാ സംഘർഷത്തിൽ നിന്ന് ഓടിപ്പോവുക, അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ നിൽക്കുക. അപ്പൊ മുന്നിൽ നിന്നു മാത്രമേ ഉള്ളൂ. അല്ല, ഐ മീൻ എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഭാഗമല്ലാന്നല്ല. 2 ഓപ്ഷൻ ഉണ്ട് ഏത് കാര്യത്തിലും. CMD-യിൽ വന്നപ്പോഴായാലും 2 ഓപ്ഷൻ. CMD-ക്ക് വരാതിരിക്കായിരുന്നല്ലോ. CMD-യിൽ വന്നതിന് CPM-ഉമായിട്ട് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായി. അത് MP രാഘവനും MP രാഘവൻ 100 ഞാൻ ഒന്നുപോലും അല്ല. എങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ പൊതുവായിട്ടൊരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഒരു സംഘർഷം ഉണ്ട് എന്നതിന്റെ പേരിൽ നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കാണ് അവിടെ പ്രശ്നമെങ്കിൽ അവിടുന്ന് മാറില്ല, അവിടേക്ക് എത്തും. ചിലർ അവിടെ ഉള്ളവർ തന്നെ അവിടെ ഓടി രക്ഷപ്പെടും. അപ്പൊ ആ ഒരു ക്യാരക്ടറുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് അന്നും വളരെ സൗഹൃദവും ഒക്കെ ഉണ്ടായിരുന്നു. വളരെയധികം സ്നേഹബന്ധങ്ങൾ എല്ലാ പാർട്ടിക്കാരായിട്ട് അന്നുള്ള ബന്ധം തന്നെയാണ് ഇപ്പോഴും കോഴിക്കോടുള്ളത്. കോഴിക്കോട് അന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെയാണ്. BJP ഇത്ര സ്ട്രോങ് അല്ല. പക്ഷെ അന്ന് ഇപ്പോഴത്തെ നമ്മുടെ കേന്ദ്രമന്ത്രി മുരളി, അദ്ദേഹം വിദ്യാർത്ഥി നേതാവായിരുന്നു. അദ്ദേഹമായിട്ട് നല്ല ബന്ധമായിരുന്നു. അതുകൊണ്ട്
അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീധരൻപിള്ള എന്റെ സീനിയർ അല്ലേ, ശ്രീധരൻപിള്ളയൊക്കെ ബാലനും അതെ, ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിലല്ല, അത് 3 ക്ലാസ്സല്ലേ ഉള്ളൂ, ഒരുമിച്ചാണ് പഠിച്ചത്. ഈ നമ്മള് ഈ CMP എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറം ഇത് വളരെ ഒരു ഫേമസ് ആയി ആളുകൾ ഇഷ്ടപ്പെടുന്നു ഈ MBR ഒരു ഹോസ്പിറ്റലിന്റെ. കാരണം അതിന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് പേർക്ക് ഹെൽപ്പ്. അപ്പൊ അതിന്റെ തലപ്പത്തൊക്കെ ജോണേട്ടുണ്ടെന്ന് അറിയുന്നു. പക്ഷെ ഒരുപാട് കേരളത്തിന് തന്നെ മാതൃകയാകാൻ കഴിയുന്ന നല്ല നല്ല ഡോക്ടേഴ്സ്, അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ചെലവുകൾ കുറയും, പ്രത്യേക ഇൻഷുറൻസുകൾ, എന്താ അതിന്റെ ഒക്കെ ബ്രെയിൻ CN വിജയകൃഷ്ണൻ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു 17 കൊല്ലം, 12 കൊല്ലമല്ല. പിന്നീട് ഞങ്ങളുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ ഞാൻ ജനറൽ സെക്രട്ടറി ആയപ്പോൾ വിജയകൃഷ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആയി. അസിസ്റ്റന്റ് സെക്രട്ടറിമാര് 4-5 പേരുള്ളതിലെ പ്രധാനിയാണ്. ഇത്തവണ നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നെന്മാറയിൽ മത്സരം. ഇപ്പൊ ഞാൻ മത്സരിച്ചില്ലല്ലോ, വിജയകൃഷ്ണനാണ് പാർട്ടി ലീഡ് ചെയ്തത്. അപ്പൊ അദ്ദേഹം വളരെയധികം ഒരു കാഴ്ചപ്പാട് എന്നുള്ളത് മാത്രമല്ല, ഒരു ഡൂവറാണ്. നമ്മൾ ബിസിനസ് കുറഞ്ഞ പോലെ ബിസിനസിനെ കുറിച്ച് പറയലും മനസ്സിലാക്കല്ലോ, ചെയ്യലാണ്. ഞാൻ അധ്വാനല്ലേ. ഇപ്പൊ നിങ്ങളിപ്പോ രാത്രി എത്ര മണിയായി? 8 മണിയൊക്കെ ആയില്ലേ? ഇവിടെ തന്നെ ഇരിക്കല്ലേ. അപ്പൊ അത് പറഞ്ഞ പോലെ കോപ്പറേറ്റീവ് സെക്ടറിൽ അഴിമതി ഒന്നാമത്തെ കാര്യം. നമുക്ക് കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അഴിമതി അതിന്റെ ലക്ഷ്യമാകുന്നു. 2, അതിന്റെ അഴിമതി ഉണ്ടാകും. എപ്പോൾ അഴിമതി തുടങ്ങിയോ കോപ്പറേറ്റീവ് സെക്ടറിൽ പോയി. കാരണം ഇത് കോപ്പറേറ്റീവ് സെക്ടറിൽ പണിയെടുക്കുന്ന ആൾക്ക് എന്താ കിട്ടണേ? ഇപ്പം ഞാനൊരു പ്രസിഡന്റാണ്, എനിക്ക് 5000 രൂപയാണ് കിട്ടണം മാസം. അത് മതി നോക്കണം. അതിൽ നിന്ന് സമ്പാദിക്കാൻ ശ്രമിക്കുക, അതാണ് അതിന്റെ വിജയം. അതെ. 2, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രത്യേകത, ഞങ്ങൾ ചെറിയ പാർട്ടിയാണെന്ന് അറിയാലോ, പക്ഷെ ഞങ്ങളുടെ സഹകരണ മേഖല, എൻ്റെ സഹകരണ ഫെഡറേഷനാണ്, അതിൻ്റെ ചെയർമാനാണ് വിജയൻ, സെക്രട്ടറി സാജു എന്ന് പറയുന്നത്. ഞങ്ങളുടെ സഹകരണ സംഘങ്ങൾ 100 കണക്കിന് സഹകരണ സംഘങ്ങൾ, അതിലൊന്നും തന്നെ അനാവശ്യമായിട്ട് അനാവശ്യമായി ഇടപെടില്ല. കറപ്ഷൻ പാടില്ല, കമ്മീഷൻ ഉണ്ടാക്കാൻ പാടില്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ സെന്ററിന് വിജയിക്കാൻ കഴിയുന്നത്? കമ്മീഷൻ എടുത്തിട്ടില്ല, അതൊക്കെ അവിടെ ലാഭമല്ലേ. പിന്നെ ഡോക്ടർമാര്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാര് MBRലാണ്. അപ്പൊ അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? ആ ഡയറക്ടർ ബോർഡല്ലേ. പക്ഷെ അപ്പൊ ആ ഡോക്ടറുടെ കഴിവിനെ നോക്കി മാത്രമാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, വേറൊരു ലക്ഷ്യമില്ല. അപ്പൊ ജനങ്ങൾക്ക് സഹായം ചെയ്യുന്നത് ലക്ഷ്യമാവുക, നമുക്കതൊന്ന് പാശ എടുക്കുക എന്നുള്ള ലക്ഷ്യമല്ലാതിരിക്കുക. ഈ 2 കാര്യം കൂടെ ചേർന്ന് ആർക്കും ചെയ്യാം. നമുക്കതൊന്ന് പൈസ ഉണ്ടാക്കണമെന്നുള്ള ലക്ഷ്യം പൂർണ്ണമായും ഇല്ലാതിരിക്കണം. അതേപോലെ ജനങ്ങൾക്ക് വേണ്ടി പരമാവധി കുറച്ച് കാര്യങ്ങൾ, പൈസ ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ ചെലവിൽ അവരെ സഹായിക്കണം എന്നുള്ള ലക്ഷ്യമാവണം. ഈ 2 കാര്യം ചേർന്നാൽ കോപ്പറേറ്റീവ് സെക്ടർ ശക്തി. അത് ഒരു നല്ല മാതൃകയാണ് CMP. കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും ചർച്ച ചെയ്തിരുന്ന വിഷയമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ആ സ്ഥാനത്ത് ജോണേട്ടനാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് ചർച്ചയിൽ നിന്ന്. കാരണം പുറത്തേക്ക് വരുന്ന ന്യൂസുകൾ എന്തോ അങ്ങനെ ആവുകയാണെങ്കിൽ തന്നെ ഇന്ന് ഫൈനാൻസ് മിനിസ്റ്റർ ജോണേട്ടൻ ആകും എന്നുള്ള ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആയോ ആയില്ലേ, അല്ലെങ്കിൽ മത്സരിച്ച് ജോണേട്ടൻ അല്ലെങ്കിൽ ജോൺ സാറ് ഈ ഫൈനാൻസ് മിനിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ എന്താണ് ഒരു ഡ്രീം? കാരണം കേരളത്തിൽ ഇന്നിപ്പോൾ ഒരുപാട് ഓഫീസുകളിൽ കയറി വന്ന് ഒത്തിരി, കാരണം ഈ ലൈസൻസിന്റെ പ്രശ്നം, DNO ലൈസൻസ്, ആ ലൈസൻസ്, ഈ ലൈസൻസ്, ഒത്തിരി ആളുകൾ എന്താണ് ആ ഒരു ധാരണ? എങ്ങനെയാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് കംഫർട്ടായിട്ട് ബിസിനസ്സുകാരനും ഒരു വ്യാപാരിക്കും ഒരു ഉൽപാദകനൊക്കെ എന്താണ് ജോണേട്ടൻ്റെ? ഒരുപാട് രാജ്യങ്ങൾ, നേരത്തെ സ്വീഡനിലും ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്താണ് മനസ്സിന്റെ ഒരു കൺസെപ്റ്റ്? പക്ഷെ അതിൽ നിങ്ങൾ ഞങ്ങളോടാ പറയേണ്ടത്, ഞങ്ങൾ നിങ്ങളോടല്ല പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചു, നിങ്ങൾ പറഞ്ഞു ചൈനയിലെ ടാക്സേഷനെ കുറിച്ച്. എനിക്കറിയില്ല. ഈ എപ്പോഴും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ കൊണ്ട് ആൾക്കാർ പലതും പറയും. പക്ഷെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ടാക്സേഷനാണ്. മൾട്ടിപ്പിൾ ടാക്സേഷൻ, പല തരത്തിലുള്ള ടാക്സുകൾ, ചാർജുകൾ, ഇതെല്ലാം കൂടെ ഒന്നാക്കുക.
സിംഗിൾ വിൻഡോ ഒന്നും വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ കേരളത്തിലെ ഒരു ഫിനാൻസ് മിനിസ്റ്റർക്കൊന്നും ഞാനത് ആവില്ല എന്നുള്ളതല്ല, ചെയ്യേണ്ട കാര്യമല്ലെങ്കിലും GST കൗൺസിൽ വന്നപ്പോൾ ഒരു ഗുണമുണ്ടായി. എല്ലാ ഫിനാൻസ് മിനിസ്റ്റർമാർക്കും ഒരുമിച്ചിരിക്കാം. ബാലഗോപാലാണല്ലോ ഒരു മെമ്പർ. പക്ഷേ ഈ GST എന്നുള്ള കോൺസെപ്റ്റ് വന്നപ്പോൾ ഉണ്ടായൊരു വലിയ പ്രശ്നം, ഇത് കൂടുതൽ സിംപ്ലിഫൈ ചെയ്യുന്ന നമ്മൾ വിചാരിച്ചത്. പക്ഷേ സിംപ്ലിഫൈ ചെയ്തോ ഇല്ലാന്ന് എൻ്റെ വിശ്വാസം. കൂടുതൽ കേന്ദ്രത്തിൽ നിന്ന് ഉള്ളത് വരികയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചൊരു വിഷയം, നമ്മുടെ ടാക്സ് മുഴുവൻ മുകളിൽ നിന്ന് പിരിച്ചിട്ട് താഴ്ത്തിക്ക് കൊടുക്കും. ചൈനയെ കുറിച്ച് എന്നോട് പറഞ്ഞില്ലേ? ചൈനയിൽ പോയിട്ട് നിങ്ങൾ കോടിക്കണക്കിനോട് സാധനത്തിനൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. സിമ്പിളല്ലേ വാങ്ങല്? പർച്ചേസ് വളരെ സിമ്പിളല്ലേ? അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം എൻ്റെ ഒരു ചിന്താഗതി കൊണ്ട് അത് നടക്കില്ല. ടാക്സിൻ്റെ മെഷീനറി താഴെ നിന്ന് മുകളിലേക്ക് പോകും. മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നാൽ ജയിക്കുന്നില്ലല്ലോ. ഇപ്പൊ GST 1,30,000 കോടിയാണ് ഇപ്പൊ കളക്ട് ചെയ്യുന്നത്. അത് സെൻട്രൽ സ്റ്റേറ്റും കൂടെ ഒന്നായി. ശരി, അപ്പൊ നീ കോർപ്പറേഷൻ ടാക്സ് വേറെ ഉണ്ട്. ഇപ്പൊ കോർപ്പറേഷനും കൂടെ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഗവൺമെന്റും കൂടെ ടാക്സ് ചെയ്യുന്നു. വാസ്തവത്തിൽ ലോക്കൽ ഗവൺമെന്റിന് ഇപ്പൊ കൊച്ചി കോർപ്പറേഷന് ടാക്സ് ചുമത്താൻ കഴിയുന്ന അത്ര അധികാരം പോലും സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇല്ല. GST കൗൺസിലേ ഉള്ളൂ. നിങ്ങളിവിടെ വെക്കുന്ന ഓരോ സാധനങ്ങളും ഇപ്പോൾ അവിടെ ഒരു പ്രോഡക്റ്റ് എന്താ ഒരു മെഷീനറി അല്ലേ? അത് ഇതിനൊരു ടാക്സ് എത്രയാന്നുള്ളത് അവിടെ നിന്നാ പറയണേ അല്ലേ? ഇതിന്റെ കളക്ഷൻ ആരാ? സെൻട്രാ കളക്ട് ചെയ്യുന്നത്. അപ്പൊ 1,30,00,000 ആളുള്ള ഒരു രാജ്യത്ത് സകല ചായക്കടയിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? കേന്ദ്രത്തിന്. ഇനി അത് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം കൗൺസിലിൽ, ഫലത്തിൽ കേന്ദ്രത്തിനാണ് അല്ലേ? അപ്പൊ നമ്മള് ഈ GSTയുടെ ഒരു ട്രെൻഡ് കഴിയട്ടെ. ട്രെൻഡ് കഴിച്ചാൽ അതൊന്നൊരു സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം ഈ പറയുന്ന നമ്മുടെ ജൂ സ്ട്രീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രോഡ്വേയിൽ നിന്ന് എത്ര ടാക്സ് കിട്ടുന്ന ആർക്കും അറിയില്ലല്ലോ. അത് ചെറിയ യൂണിറ്റ് അല്ലേ? ജൂ സ്ട്രീറ്റ് എന്ന് പറയാൻ തന്നെ ഏകോദന്മാര് വന്നോണ്ടല്ലേ അല്ലേ? അപ്പൊ ഈ ജൂ സ്ട്രീറ്റ് വരുന്ന ഈ ഒരു വാർഡ്, ഏത് വാർഡ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഈ മണ്ഡലം വാർഡ്, ഈ കോർപ്പറേഷൻ വാർഡ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ GST കിട്ടുന്ന ഒരു വാർഡായിരിക്കും കേരളത്തിൽ. ശരിയാണോ? അതുപോലെ നമ്മുടെ മിഠായി തെരുവ്, നിങ്ങളുടെ ആ ഒരു വാർഡ് ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്ന ഒരു വാർഡല്ലേ അല്ലേ? റിയാസിന്റെ വാർഡ്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ അവിടെ നിന്ന് എത്ര ടാക്സ് മുകളിലേക്ക് പോകേണ്ടെന്ന് ആർക്കും അറിഞ്ഞൂടാ. മുകളിലേക്ക് ഇത് എങ്ങനെ ഒരു മാജിക്കിലൂടെ പോവുകയാണ്. എന്നിട്ട് പിന്നെ കുറച്ച് തുള്ളിയായിട്ട് ഇങ്ങനെ താഴ്ത്തേക്ക് വരിക. അപ്പൊ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം, ഇന്ത്യയുടെ ടാക്സിങ് സമ്പ്രദായത്തിൽ മേൽക്കീഴ് ബന്ധം, ഇപ്പം മേളിന്ന് താഴ്ത്തേക്കുള്ള ബന്ധം, പക്ഷെ താഴത്തുനിന്ന് മുകളിലേക്കുള്ള ബന്ധമില്ല. അതിലിപ്പോൾ GST കൗൺസിൽ വന്നപ്പോൾ സ്റ്റേറ്റും സെൻട്രലായിട്ടും ബന്ധമായി. അത് മാത്രം പോരാ, ലോക്കലായിട്ടുള്ള ബന്ധം. അതിന് ഒരുപാട് ഷോപ്പുകൾക്ക്, ഇപ്പം നിങ്ങളുടെ ഈ ഷോപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാം. ഒന്നെങ്കിൽ GSTയിൽ ചേരാം, അല്ലെങ്കിൽ ഇപ്പോൾ അനിൽ ജോബ് പറയുകയാണ്, ഞാനിപ്പോൾ ഈ GSTയിൽ കഴിഞ്ഞ മാസം 1,00,000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്, ഒരു തുക ഞാൻ എല്ലാ മാസവും തരാം, എൻ്റെ കടയിലേക്ക് വരണ്ട. അങ്ങനൊരു കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞൊരു സംഭവം ടെക്നിക്കലി ഉണ്ട്, പക്ഷെ അത് തന്നെ വളരെ കോംപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻ കുറച്ച് നിങ്ങൾ ചൈനയിലത്തെ കാര്യം എനിക്ക് പഠിക്കേണ്ടതാണ്. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത്. അപ്പോൾ കച്ചവടക്കാർക്ക് 2 ഓപ്ഷൻ കൊടുത്ത് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞ സമ്പ്രദായം നമുക്ക് പണ്ടേ ഉണ്ടല്ലോ. GSTയിൽ കോമ്പൗണ്ടിങ് ഉണ്ടോ? കാര്യമായിട്ട് ഉണ്ടോ? GSTയിൽ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പണ്ട് ചെയ്ത പോലെ സെയിൽ ടാക്സ് ചെയ്ത പോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കോമ്പൗണ്ടിങ് കുറച്ച് ചെയ്യാം. അപ്പം എൻ്റെ അഭിപ്രായം, ഈ കോമ്പൗണ്ടിങ് വർദ്ധിപ്പിച്ച് ഓരോ വ്യാപാര കേന്ദ്രത്തിൽ നിന്നും, കൊച്ചിയിൽ നിന്ന്, കൊച്ചി കോർപ്പറേഷൻ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന പ്രദേശത്തുനിന്ന് എത്ര ടാക്സ് വരും? അതിപ്പോൾ 100 രൂപയാണെങ്കിൽ അടുത്ത പ്രാവശ്യം 110 രൂപ തന്നാൽ മതിയല്ലോ ഒരു ഇൻക്രിമെന്റ്. ആ ഇൻക്രിമെന്റ് ഇട്ട് പോവുകയാണെങ്കിൽ ഓരോ സോപ്പ് ചിപ്പ്, നിങ്ങളെ സോപ്പ് ചിപ്പ് കണ്ണാടി എന്ന് പറയാലോ,
ഇതിനൊരു ടാക്സ്, അതിനൊരു ടാക്സ്, ഇതിനൊരു റേറ്റ്, മറ്റൊന്ന് വേറെ റേറ്റ്. ഇവിടെ ഇരിക്കുന്ന ഒരു നിങ്ങളുടെ ഞാനിങ്ങനെ ഷോപ്പിലേക്ക് നോക്കുമ്പോൾ ഒരു 1000 ഐറ്റം ഉണ്ടാവില്ല. അത് കൂടുതലാണോ? ഇല്ലേ? ഞാനൊരു കുന്നംകുളംകാരനായതുകൊണ്ട് അത്രയും ഊഹിച്ചത്. ഒരു 1000 ഐറ്റം ഇവിടെ ഉണ്ട്. ഈ 1000 ഐറ്റത്തിന് കോമൺ ടാക്സ് ആണോ? അല്ലല്ലോ. എത്ര ഇനം ടാക്സ് ഉണ്ടാവും? 18, 12, 18, 12, 5 പലതും വരുന്നുണ്ട്. അതെ, നമ്മളിപ്പോ കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്ക് ഒരു റേറ്റ് പോരെ. ഈ ഷോപ്പിൽ വെക്കുന്നത് എല്ലാം കോസ്മെറ്റിക് ഐറ്റം അല്ലേ? അപ്പൊ കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്ക് 10% അത്ര ഈസിയാണ് കാര്യം. അപ്പൊ നിങ്ങൾക്ക് എന്താ ഗുണം? അത് സെയിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. 100 രൂപയുടെ സാധനം 90 രൂപയ്ക്ക് കൊടുത്താൽ 10 രൂപ കുറഞ്ഞു, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ലാഭത്തിൽ നിന്ന് 10 രൂപ കുറയണം. എന്തായാലും നിങ്ങൾ 10% അവിടെ കൊടുക്കണമല്ലോ. അപ്പൊ അത് ഇപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിലും കുറെ സ്ഥലങ്ങളിലെങ്കിലും ഈ ടാക്സേഷനെ ലോക്കലി എത്ര ടാക്സ് വരും, ഇപ്പൊ എല്ലാം ഷോപ്പാണല്ലോ. ഇവിടെ ഒരു ഷോപ്പുള്ളത് അടുത്തൊരു ഷോപ്പുള്ളത് തമ്മിലുള്ള വ്യത്യാസം ഈ ഷോപ്പും കോഴിക്കോട് ഷോപ്പും തമ്മിലുണ്ടല്ലോ, ഇല്ലേ? ബ്രോഡ് വേല് ഇപ്പൊ ഈ നിങ്ങൾ ഇരിക്കുന്ന ഷോപ്പിന്റെ അടുത്തൊരു ഷോപ്പ്, ആ ഷോപ്പിലെ ടാക്സും ഈ ഷോപ്പിലെ ടാക്സും ചേർത്താലും പറയാറില്ലല്ലോ. അല്ലെങ്കിൽ ബ്രോഡ് വേന്ന് അത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് ആരും പറയണ്ടോ? ഇല്ലല്ലോ. മറിച്ച് എന്താ പറയണേ, ഈ കടയിൽ നിന്ന് എത്ര, ആ കടയിൽ നിന്ന് എത്ര, ഈ കടയിൽ ഓരോ സാധനത്തിന് എത്ര. അപ്പൊ അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. അതായത് നമുക്ക് കളമശ്ശേരിയിൽ നിന്ന് കിട്ടുന്നത് എറണാകുളം ടൗണിൽ നിന്ന് കിട്ടുന്ന അത് സെപ്പറേറ്റ് ചെയ്തിട്ട് അപ്പൊ അതില് ലോക്കൽ ഗവൺമെന്റിന്റെയും കൂടെ ഒരു പുഷ് കൊടുക്കുകയും, ഈ ലോക്കൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനല്ല, ടാക്സിനെ താഴേന്ന് പുഷ് ചെയ്യണം, മുകളിൽ നിന്ന് പുള്ളി ചെയ്യണം. അപ്പൊ അത് അതെന്റെ തലയിൽ കിടക്കുന്ന ഒരു ആശയമാണ്. അങ്ങനെ ആ രീതിയിൽ ലോക്കലി പുഷ് ചെയ്യുമ്പോൾ അവർക്കൊരു പോർഷൻ കൊടുക്കാം. എല്ലാം കൊടുക്കാൻ പറ്റില്ല എന്നാലും അപ്പൊ അവർക്കവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാലോ. അപ്പൊ അതുപോലത്തെ കടകളവിടെ വരുമല്ലോ. ഇപ്പൊ ഈ കടകൾക്ക് ഭീഷണി ഈ സെൽ ടാക്സിനേക്കാളും അപ്പുറം ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഓൺലൈനിലാണ് വരുന്നത്. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഇതിനകത്ത് കുത്തി നോക്കി അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം. പക്ഷെ ഇത്രയും പൈസ മുടക്കി ലക്ഷങ്ങൾ മുടക്കി സ്ഥാപനത്തിന്റെ പകുതി അഡ്വാൻസും ഡെക്കറേഷനും ഒക്കെ ചെയ്യുന്നത് വെറും ഫോണിലിരുന്ന് കോടികൾ കച്ചവടം ചെയ്യുന്നു. അവരാണ് ഇപ്പൊ ഇന്നത്തെ ഭീഷണി. അത്തരം ആളുകള് ഈ രംഗത്തേക്ക് കൂടുതൽ കൂടുതൽ കടന്നു വരുമ്പോൾ എന്തായിരിക്കും ഈ സാധാരണക്കാരായ ബിസിനസിന്റെ ഒരു എന്തായിരിക്കും ഡിസ്കഷൻ പോയിന്റ് ആണ്. ഗൗരവമുള്ള ഒരു വിഷയം നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞ മർക്കന്റൈൽ ക്യാപിറ്റൽ. ഇപ്പൊ ആമസോൺ അതെവിടെ ഇരിക്കുന്നത്? ഏതോ രാജ്യത്തല്ലേ. ഇപ്പൊ അലിബാബ അതെവിടെ ഇരിക്കുന്നത്? നമ്മളായിട്ട് ബന്ധമൊന്നുമില്ല, അത് ചൈനയിലല്ലേ. ഇപ്പൊ ആമസോൺ, അലിബാബ, അങ്ങനെ 4-5 പേരെടുക്കാം. അപ്പൊ ഇവരൊക്കെ തന്നെ വാസ്തവത്തിൽ ഈ മർക്കന്റൈൽ ക്യാപിറ്റലിന്റെ ആധുനിക രൂപങ്ങളാണ്. ഒരു ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ആമസോൺ എന്തെങ്കിലും ഉണ്ടാക്കും? ഇല്ലല്ലോ. അലിബാബ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് മർക്കന്റൈൽ ക്യാപിറ്റലാണത്. മർക്കന്റൈൽ ക്യാപിറ്റലിന്റെ ആധുനിക രൂപമാണ്. നിങ്ങളും മർക്കന്റൈൽ ക്യാപിറ്റൽ തന്നെയാണ് നിങ്ങളുടെ ഉണ്ടാക്കുന്ന വിൽപ്പന. അപ്പൊ നമ്മൾ പണ്ടൊക്കെ ഇൻഡസ്ട്രിയിലാണ് ഭീമന്മാരെ കണ്ടിരുന്നത്. ബെൻസ് കാർ ഉണ്ടാക്കി, അല്ലെങ്കിൽ അത് ഈവൻ നമ്മുടെ മാരുതി, അല്ലെങ്കിൽ വലിയ വലിയ ഫോക്സ് വാഗൻ, അല്ലെങ്കിൽ കാറ്, വലിയ വലിയ ഭീമന്മാർ, ഇൻഡസ്ട്രിയൽ ഭീമന്മാരാണ്. വ്യാപാര ഭീമന്മാരെ നമ്മൾ കാണാൻ തുടങ്ങണം അല്ലേ? അപ്പൊ വ്യാപാര ഭീമന്മാര് ഒരു റിയാലിറ്റിയായി. മറുഭാഗത്തോ ജനങ്ങളിപ്പോ ഇന്നലെ ഞാനൊരു ഷൂ വാങ്ങിക്കാം. അപ്പൊ ആ ഷോപ്പിൽ നിന്ന ആള് തന്നെ പറയുന്നു, ചക്കത്തലുണ്ട് സാറ്, ഞങ്ങൾ ഇവിടുന്ന് അത് ആമസോണിൽ വരുത്തി തരാം. നിങ്ങൾ ആമസോണിൽ വരുത്തണ്ട, ഞാൻ തന്നെ വരുത്തിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോ ഷോപ്പുകളിൽ തന്നെ ഇപ്പോ ഓൺലൈൻ ബിസിനസ്സായി. നിങ്ങൾ ചെയ്യണ്ടോ അറിയില്ല. ഷോപ്പിലും ഒരു ഓൺലൈൻ ഒരു ആളുണ്ട്, അയാൾ അവിടെ ഇരുന്ന് ചെയ്ത് കൊടുക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇനി ഓൺലൈൻ ബിസിനസ് ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ടാവില്ല, റിയാലിറ്റി. പക്ഷേ
ഈ പറഞ്ഞ പോലെ വ്യാപാര മൂലധനത്തിന് കടന്നു വരുമ്പോൾ അതിൽ ഈ ചെറിയായിട്ടുള്ള ആൾക്കാരെയും കൂടെ എങ്ങനെ കണക്റ്റഡ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാം, അതൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഞാൻ ഇപ്പോൾ ചെരുപ്പ് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞു. ചെരുപ്പ് ഓൺലൈനിൽ വാങ്ങിക്കാൻ എനിക്ക് ധൈര്യമില്ല. ഇപ്പോൾ അതായാലും എന്ത് ചെയ്യും? ഇപ്പം നിങ്ങളുടെ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ബ്രാൻഡുകളൊക്കെ ഉണ്ട്, ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്, ഒരുപാട് ഓൺലൈനിൽ വരുന്നുണ്ട്, ഒത്തിരി ആളുകൾക്ക് പ്രശ്നമുണ്ട്, ആളുകളെ പറ്റിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇതില്ലാതെയാവും ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഷോപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതെയാവില്ല. പക്ഷെ ഷോപ്പിൽ തന്നെ വിശ്വാസത്തോടു കൂടിയിട്ടുള്ള ഓൺലൈൻ ചെയ്യുന്ന ഒരു ഡെസ്ക് ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു എക്കത്തലോണിൽ തന്നെ ഒരു പറഞ്ഞു ഞാൻ ചെയ്തു തരാം. അതൊരു ഓപ്ഷനാണ്. പക്ഷെ അതുകൊണ്ട് അവർക്ക് എന്താ ലാഭം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവർക്ക് അവരുടെ ഷിപ്മെന്റിലൊക്കെ എന്തെങ്കിലും ലാഭം ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും പുതിയൊരു ലോകമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇത്രയും കടകൾ തന്നെ ഇതുപോലെ ഉണ്ടാവുമോ? ഈ മാളുകൾ എങ്ങനെയാണ്? മാളിഫിക്കേഷൻ ഓഫ് ഷോപ്പിംഗ്, അതൊരു പുതിയൊരു വിഷയം. മാളിഫിക്കേഷൻ തന്നെ വിളിക്കുന്നത്. അപ്പൊ ലോകത്ത് പല മാളുകളും ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പല മാളുകളിലും വിചാരിച്ചത്ര ബിസിനസ് കിട്ടുന്നില്ല. പക്ഷെ ലുലുവൊക്കെ സക്സസ് ആണ് എറണാകുളത്തല്ലേ. പിന്നെ അതുകൊണ്ടൊക്കെ ചെറിയ ഷോപ്പുകളൊക്കെ പൊളിഞ്ഞു പോകുന്നത് പറയുന്നതിലും പൂർണ്ണമായിട്ട് ശരിയില്ല എന്നാണ് പറഞ്ഞത്. കാരണം ടോട്ടൽ വോളിയം ഓഫ് ദ ബിസിനസ് കൂടിയാൽ എല്ലാവർക്കും ഗുണം കിട്ടുന്നതാണ് വേറൊരു ആർഗ്യുമെന്റ്. പിന്നെ ഞാൻ മാളിൽ ചെന്നപ്പോ ഉദ്ഘാടനത്തിന് ഞാൻ ലുലു പോയിരുന്നു. അപ്പൊ ചെന്നപ്പോ ഒരാള് സാറേ വരൂ എന്നുകൊണ്ട് വിളിച്ചു. നോക്കുമ്പോൾ സ്റ്റാച്യൂവിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളുടെ മാളിലും. അപ്പൊ അയാൾക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മാളിലുണ്ട്, സ്റ്റാച്യൂലുണ്ട്. അയാൾക്ക് പ്രൊഡക്ഷനും ഉണ്ട്. നിങ്ങളെ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ മെറ്റൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന വൈറ്റ് മെറ്റൽ ഇൻഡസ്ട്രി, ജൽ ഹട്ട് എന്ന് പറയും. എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ അവിടെ ഇരിക്കുന്നവരാരും തന്നെ അവിടെ മാത്രം ഇരിക്കുന്നവരല്ല. നിങ്ങൾക്ക് വേറെ മാളുകളിൽ സ്ഥാപനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. അതുപോലെ ഓൺലൈനും ഷോപ്പും അതും ഒരു തരത്തിലുള്ള ഇന്റഗ്രേഷനാണ്. ഇപ്പം ജനങ്ങൾക്ക് ഇപ്പോൾ അവിടുന്ന് കുറച്ച് പൈസ കുറഞ്ഞ് കിട്ടുന്നുണ്ട് ഓൺലൈനിൽ. അത് റിയാലിറ്റിയാണ്. ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള യുവാക്കളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ചോദിക്കുന്നതിനോട് വിരോധമുണ്ടോ? കാരണം CP ജോൺ ഇടതുപക്ഷത്തേക്ക് വരുന്ന ഒരു കാലം ആഗ്രഹിക്കുന്ന കാരണം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു നിങ്ങളെപ്പോലുള്ള. കാരണം എനിക്ക് തോന്നുന്നു MA ബേബി സാറിന്റെ ഒക്കെ ജൂനിയർ ആയിരുന്നെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്റെ സുഹൃത്ത് പ്രതിഭേട്ടൻ, കോഴിക്കോട് പ്രതിഭേട്ടന്റെ ഒക്കെ ജൂനിയർ ആയിരുന്നു. അങ്ങനെ നല്ലൊരു സർക്കിളുള്ള ഈ ജോൺ സാർ. കാരണം ഞങ്ങള് പാർട്ടി എന്നുള്ള ബന്ധത്തിനേക്കാളുമല്ല അതിലേക്ക് എത്തും എന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കട്ടെ. എന്തിനാ? ഞാനുമാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് എത്തേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും ഇടതുപക്ഷത്തുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല. ഞങ്ങളൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്നതിന് തെറ്റുണ്ടോ? ശരിയുടെ അല്ല, അവരിൽ നിന്നുണ്ടായിട്ടുള്ള തെറ്റായ സമീപനങ്ങളുടെ ഭാഗമായിട്ടാണ് അവരെ വിട്ടത്. MD രാഘവനെ പുറത്താക്കിയെന്ന് ഇപ്പൊ അവര് പറയണില്ല. എന്തിനാണ് ചെയ്തത്? ഗൗരിയമ്മയെ എന്തിനാ പുറത്താക്കിയത്? വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ ഗൗരിയമ്മയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. അവരെന്നെ പുറത്താക്കിയത് അല്ലേ? അപ്പൊ അവർക്ക് ഒരു കുറ്റവിചാരണ ഭ്രാന്ത് അതിനെ വിളിക്കുക, ഇൻക്വിസിഷൻ മാനിയ. യൂറോപ്പിലൊക്കെ ചില സഭകൾക്കൊക്കെ ഉണ്ടായി. ആ ഒരു പിശാചുണ്ടെന്നുകൊണ്ട് അവരെ കൊല്ലുക, അവരെ പിന്നെ കൊല്ലുക, ഭൂമിയുണ്ട് എന്ന് പറഞ്ഞ ആളെ കൊല്ലാൻ പറയാ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റാലിനിസ്റ്റ് ഇടതുപക്ഷത്തിന് ലോകത്ത് പ്രസക്തിയില്ല. ഞാൻ അവരിലേക്ക് പോവല്ല ഉണ്ട്, അവരെന്റെലേക്ക് വരികയുണ്ട്. എന്റെ പാർട്ടിയിൽ ചേരുകയെന്നല്ല, ഒരു മാറണം. എന്റെ പാർട്ടിയിൽ ചേർന്നപ്പോ അവിടെ ആഫീസൊക്കെ ചേർന്നല്ല, അവർക്ക് വരണതല്ല. ആരെങ്ങനെ മാറണം, അതാണ് ക്വസ്റ്റ്യൻ. അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന ഒരു തീപ്പെട്ടി എടുത്തിട്ട് അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പൊസിഷണൽ ചേഞ്ച് അല്ല ഇത്. ഈ ഒരു സാധനം എടുത്തിട്ട് ആ സ്ഥലത്തേക്ക് വെച്ചു, ചരക്കെടുത്തിട്ട് അങ്ങനെ അല്ലല്ലോ.
നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ചാണ്. ആറ്റിറ്റ്യൂഡ് ചേഞ്ചിൽ മാറ്റം വരേണ്ട അവർക്കാ, എനിക്കല്ല. ഞാൻ പറഞ്ഞത് അപ്പൊ ലോകത്തെ ഇടതുപക്ഷം മുന്നോട്ട് പോകാനാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഇടതുപക്ഷം മുന്നോട്ട് പോകണമെങ്കിൽ എം.വി. രാഘവനും പിന്നീട് ഞങ്ങൾ എല്ലാവരും ഡെവലപ്പ് ചെയ്തായിരുന്നു. എം.വി. രാഘവൻ ഒരു ദിവസം പറഞ്ഞതല്ല, അനുഭവത്തിൽ പറഞ്ഞ ന്യൂ തിങ്കിങ് കമ്മ്യൂണിസ്റ്റ്, ഒരു ഡെമോക്രാറ്റിക് കമ്മ്യൂണിസ്റ്റ്, അതേ ലോകത്ത് മുന്നോട്ട് പോകുള്ളൂ. ഞാനും കൂടെ അതിൽ ചെന്നാൽ ഞാനും കൂടെ ഉള്ള പ്രസ്ഥാനം നശിക്കുന്നു മാത്രമേ ഉള്ളൂ. കാരണം അവര് വ്യക്തികൾ എന്നുള്ള എനിക്ക് മോശമായിട്ടല്ല പറഞ്ഞ ആരും പറയാത്തവർ. ഈ ഇപ്പൊ പിണറായി വിജയനോടായാലും ഒരു വ്യക്തി എന്നുള്ള എനിക്ക് ഞാൻ എന്തിനാ കുസ്തി കൂടാൻ പോകുന്നത്? പക്ഷേ ഈ ലോകത്താകമാനം വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്, അതാണല്ലോ ഇടതുപക്ഷം. വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് മുന്നോട്ട് പോകണമെങ്കിൽ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റിന്റെ തോട്ട്സ് ക്ലിയർ ചെയ്യണം. അപ്പൊ ആ കാര്യത്തിൽ അവരെന്റെ എനിക്ക് വരട്ടെ. ഞാൻ അവരിലേക്ക് പോയാൽ ഞാനും കൂടെ ഈ നാശത്തിലേക്ക് ചെന്ന് കയറി ഒരു മുങ്ങുന്ന കപ്പലിൽ ആരെയും കയറുവോ? അങ്ങനെയൊന്നും പറയില്ല. എന്നിരുന്നാലും രാഷ്ട്രീയം പറയുന്നു. എന്തുകൊണ്ടാണ് ബ്യൂട്ടി പാർലറിൽ പോവാതിരിക്കുന്നത്? ഈ കറുപ്പൊക്കെ മാറ്റാൻ ഞങ്ങൾ വിചാരിച്ച നടക്കില്ല. അതിനുള്ള ക്രീമുകളുണ്ട്. ഞങ്ങളിപ്പോൾ എന്തുകൊണ്ട് ബ്യൂട്ടി പാർലറുകളിൽ ബ്യൂട്ടി പാർലറിൽ വെച്ച് മുടി വെട്ടാനൊക്കെ പോണ്ട്. മുടി വെട്ടാൻ പോകുന്നുണ്ട്. മുടി വെട്ടാൻ ഞാൻ തന്നെയാണ് ഒരു മെഷീൻ വാങ്ങിട്ട് വെട്ടിക്കൊണ്ടിരുന്നത്. അല്ല, വെട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ മുടിയൊന്നും ഇല്ല, കണ്ടുപിടിച്ച് വെട്ടണ്ടേ. അപ്പൊ അതിനിപ്പോ മുടിയുള്ള കാലത്ത് ഞാൻ തന്നെ വെട്ടുമായിരുന്നു. മുടി ഇല്ലാത്തതുകൊണ്ട് ചെലവ് കൂടിയിരിക്കുക. അത് എവിടെയോ നോക്കിട്ട് വേണ്ടേ വെട്ടാൻ. പിന്നെ താടി ഇപ്പോ വെട്ടുന്നുണ്ട്. ഞാനല്ല വേറെ ആളുകളെ കൊണ്ട് വെട്ടിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബ്യൂട്ടി അല്ല പേഴ്സണാലിറ്റി. ഒരുപാട് വിഷയങ്ങൾ നമ്മളോടൊപ്പം സംസാരിച്ച്, കാരണം നമ്മളൊക്കെ ടി വിയിലൊക്കെ കുന്തമുന പോലെ ഉത്തരങ്ങൾ പറയുന്ന ആ ജോണേട്ടൻ നമ്മുടെ മുന്നിൽ ചിരിച്ച് വളരെ സന്തോഷത്തിൽ, കാരണം അവിടെ ചോദ്യം ചോദിക്കുന്നവരെയൊക്കെ പിടിച്ച് ഞെട്ടിക്കുന്ന ആ ജോണേട്ടൻ വളരെ, കാരണം അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ലൈഫും ഉണ്ട്. കാരണം നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, പണ്ടൊക്കെ ഞാൻ ഈ ക്രിസ്മസിന്റെ സ്റ്റാർ കണ്ടു, എന്താ വെളിച്ചക്കൂട്, എന്തോ വെളിച്ചക്കൂട്, അങ്ങനെ ആ നാടൻ ഭാഷകളിലുള്ള ഒരുപാട് തമാശകളും ചിരിച്ച് ഞങ്ങൾക്ക് ഇന്നൊരു നല്ല ദിവസം തന്ന കേരളത്തിലെ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ. കാരണം നാളെ നമുക്ക് തന്നെ പല പ്രശ്നങ്ങളും ഈ കോക്കനട്ട് ഓയിലിന്റെ ഉപയോഗം എന്തുമാത്രം ഉണ്ട്? ഭയങ്കര ഡിമാൻഡാണ്. സാധാരണ കോക്കനട്ട് ഓയിലാണോ അതോ പ്യൂരിഫൈഡ് ആണോ? സാധാരണ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. ഏറ്റവും ബെസ്റ്റ് നമ്മൾ വെർജിൻ, നമ്മളെ സാധാരണ കോക്കനട്ട് ഓയിൽ നമ്മൾ തെങ്ങിൽ നിന്നൊക്കെ. കാരണം എല്ലാ രാജ്യങ്ങളിലെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞത് ഈ കോക്കനട്ട് ഓയിലായിട്ട് നല്ല മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്ക് കോക്കനട്ട് ഓയിൽ കൊടുക്കേണ്ട ഓയിൽ നമ്മുടെയാണ്. നമ്മുടെ വിചാരം ഒന്നുമല്ല. അല്ലല്ല, കാരണം അവര് എത്രയോ ആളുകൾ ഇവിടുന്ന്, കാരണം എനിക്ക് പോകുന്ന ഇവിടുന്നൊക്കെ ഈ US-ലും UK-ലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് അവർ പോകുമ്പോൾ ഇവിടുന്ന് 5 ലിറ്റർ 4 ലിറ്റർ ഒക്കെ സാധാരണ കോക്കനട്ട് ഓയിൽ ഉണ്ട്. പക്ഷെ എന്തോ അതിന്റെ നമ്മുടെ ആളുകൾ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോവുകയാണോ, അല്ലെങ്കിൽ നമ്മൾ വിദേശ ആളുകൾ ഈ അവർ തന്നെ കുപ്പിയിൽ നിറച്ച് അതിന് വലിയ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മളതിനെ ചെറുതാക്കി കളയുന്നുണ്ടോ എന്നറിയില്ല. പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ആ നമ്മുടെ തൈലങ്ങൾ അല്ലെങ്കിൽ ആ ഓയിലുകൾ ഒക്കെ തന്നെയാണ് ഇന്ന് പുറത്തുനിന്ന് വരുന്ന വിദേശികൾ ഇവിടെയൊക്കെ വരുമ്പോൾ അത്ര ഓയിൽസൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അവർ ആവശ്യപ്പെട്ട് വരുന്നു കേരളത്തിന്റെ. പക്ഷേ കേരളത്തിന്റെ ആവശ്യപ്പെടുന്നതിന് അതിന് എവിടെയോ ഒരു പ്രൊമോഷന്റെ കുറവോ അല്ലെങ്കിൽ ഒരു ഭാഗ്യത്തിന്റെ കുറവോ എന്തൊക്കെയായിരിക്കും. അത് തീർച്ചയായിട്ടും ജോണേറ്റിനെ പോലുള്ള ഞാൻ പഠിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ബ്യൂട്ടി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ ബേസ്ഡ് ആണ് കൂടുതലായിട്ട്. അതെ. അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ കോക്കനട്ട് കൃഷിക്കാരെ അല്ലെങ്കിൽ നാളികേര കൃഷിക്കാരെ ഇതിന്റെ ബ്യൂട്ടി ഇൻഡസ്ട്രിയുടെ ഒരു ആംഗിൾ അവർ ചിന്തിച്ചിട്ടില്ല. അവരെല്ലാം ചിന്തിക്കേണ്ടത് ഗവൺമെന്റും പ്ലാനിംഗുകാരൊക്കെ ചിന്തിക്കേണ്ടത്. ഇൻഡസ്ട്രിയൽ നമ്മുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഒക്കെ ബ്യൂട്ടി ഇൻഡസ്ട്രിക്ക് ആവശ്യമായ കോക്കനട്ട് ഓയിൽ എത്ര വേണം, അതാരാണ് സപ്ലൈ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ നമ്മുടെ പലതരം സെന്റുകൾ, അതിൽ ആൽക്കഹോളാണ് ബേസ് ചെയ്തത്. മെയിനായിട്ട് വന്നിട്ട് ആൽക്കഹോളാണ്. കാരണം അതിനൊക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി മാനുഫാക്ചറിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഈ ആൽക്കഹോൾ എവിടെ നിന്നാണ് നമുക്ക്? അതൊക്കെ ആൽക്കഹോള് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഡ്രഗ്സ് കൺട്രോളിന്റെ നിയമത്തിന്റെ ഉള്ളിൽ. ഈ ആൽക്കഹോള്
അതൊക്കെ സാധാരണ അത്തരത്തിലുള്ള സാധാരണക്കാരനായ ചെറിയ കമ്പനികൾക്കൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അതിന്റേതായിട്ടുള്ള വലിയ കമ്പനികൾ. അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഈ സെന്റിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഉണ്ടല്ലോ, അത് എവിടുന്ന, അത് വലിയ ഹൈ ക്വാളിറ്റി ആണോ? അതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ, കാരണം നമ്മൾ ആ ഇത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അത്തരത്തിലൊരു മാനുഫാക്ചറിംഗിലേക്ക് നമ്മൾ ഇതുവരെ നമുക്കൊരു ഓർഡറും വന്നിട്ടില്ല. അത്തരത്തിലുള്ള മാനുഫാക്ചറിംഗ് അത് ഭയങ്കരമായിട്ട് ഇതുള്ളതല്ലേ. കാരണം നമുക്ക് പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഒരു സ്പ്രാക്കൊക്കെ 200 രൂപ 125 രൂപ വരുമ്പോൾ വളരെ കുറഞ്ഞ സ്മെല്ലും ഒരു ഈ പറഞ്ഞ പോലെ സ്പിരിറ്റോ ആൽക്കഹോളോ എന്താണ് അതിനുള്ളിൽ മിക്സ് ചെയ്യുന്നത് അത് വെച്ച് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ നമുക്ക് ഇൻഡസ്ട്രിയിൽ ബ്യൂട്ടി മേഖലയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ അത് നേരത്തെ പറഞ്ഞ പോലെ ഈ കോക്കനട്ട് ഓയിലിനൊക്കെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് എത്ര കണ്ട് കഴിയും. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഈ സാനിറ്റൈസറും ഒരു തരത്തിലുള്ള കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ ഒരു കസിൻ ആണല്ലോ. അല്ല, കോസ്മെറ്റിക് അല്ല, എന്നാലും ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സിൽ വരുന്ന ഒരു വിഷയമാണ് സാനിറ്റൈസർ. പക്ഷെ ഡ്രഗ്സിന്റെ കീഴിലാണ് വരുന്നത്, കോസ്മെറ്റിക്സിന്റെ കീഴിൽ അതിന്റെ ഒരു രൂപമാണല്ലോ. അതെ അതെ, സെന്റിന്റെ ഒരു ഹെൽത്ത്. അതെ അതെ അതെ, അതാണല്ലോ. അതെ 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 അതെ, എന്താ പറയുക, സാനിറ്റൈസർ. അതെ 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 അതെ. എന്നിരുന്നാലും ഒരുപാട് സന്തോഷം ജോണേട്ടൻ, കാരണം ഞങ്ങളുടെ കൂടെ വന്ന ബ്യൂട്ടീഷ്യൻസിന്റെ വിഷയങ്ങളും ഇന്ന് രാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെ ഒത്തിരി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും സിറ്റി കളക്ഷൻസിന്റെ ഈ പ്രോഗ്രാമിൽ വന്ന ജോണേട്ടനെ ഹൃദയം നിറഞ്ഞ നന്ദി, ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് സമയം തന്ന ജോണേട്ടനെ. ബായ് അനിലേട്ടൻ. ഇനിയും ഒരുപാട് പ്രോഗ്രാമുകളായിട്ട് നിങ്ങളെ കാണാം. ബായ്.